എന്തേ ഈ സ്ഥാനം കിട്ടാൻ കാരണം? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇൽമു നൽകിയവനാണ് അല്ലാഹു. മനുഷ്യന് ഇൽമില്ലെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? മൃഗങ്ങൾക്ക് കിടക്കാൻ കിടപ്പറയുണ്ടാകാം, അവർക്ക് വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, അവർക്ക് ഭക്ഷണമുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, ഇണകളുണ്ട്. നമ്മളും മൃഗവും തമ്മിൽ എന്ത് വ്യത്യാസം? ഇൽമില്ലായിരുന്നുവെങ്കിൽ, ഇൽമിന്റെ വ്യത്യാസമില്ലെങ്കിൽ എന്തേ മനുഷ്യനും മൃഗവും തമ്മിൽ എന്ത് വ്യത്യാസം? അതുകൊണ്ട് സമ്പത്തുണ്ടാക്കാൻ വലിയ വീട് വെക്കണം, വാഹനം വേണം, ബിസിനസ് വേണം, പൈസ വേണം എന്ന ചിന്തയിൽ ജീവിതം നമ്മൾ അറിയാതെ അവസാനിക്കാൻ പോകുമ്പോൾ ഒന്നോർക്കണമേ, ഇതിനിടയിൽ ഇൽമു പഠിക്കാൻ ഞാൻ എത്രയാണ് സമയം കണ്ടെത്തുന്നത്? സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് ഇൽമു എത്രയാണ് ഞാൻ കേൾക്കുന്നത്, എത്രയാണ് ഞാൻ പഠിക്കുന്നത്? എന്റെ ജീവിതത്തിലെ നിശ്ചിത സമയത്തിൽ എത്ര സമയം ഞാൻ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചു? മഹാനായ മുഹമ്മദ് ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാരെ, നമുക്ക് ലോകചരിത്രം ഒന്ന് എഴുതി വെച്ചാലോ? നിങ്ങൾ റെഡിയാണോ? താരീഖ് മില്ലദുൻ ആദം ഇലാ യൗമിനാ, ആദം നബി മുതൽ ഈ നാൾ വരെയുള്ള ചരിത്രം നമുക്ക് എഴുതി വെച്ചാലോ എന്ന് വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോ മഹാനായ ഇബ്നു ജരീർ ത്വബരിയുടെ പ്രസിദ്ധനായ മുഫസ്സിറാണല്ലോ മഹാൻ, ആ മഹാനോട് ആളുകൾ, കുട്ടികൾ ചോദിച്ചല്ലോ, ഉസ്താദേ എത്ര പേജ് കാണും? 30,000 സഫ്ഹ, 30,000 പേജുകൾ, 30,000 പേജുകൾ ലോകചരിത്രം. അവർ പറഞ്ഞു, ഉസ്താദേ, ഒരു മഷിക്കൊമ്പ് കൊണ്ട്, ഒരു പേനക്കമ്പ് കൊണ്ട് മഷിയിൽ കുത്തിയിട്ട് ഒരക്ഷരം, രണ്ടക്ഷരം അങ്ങനെ വെച്ച് 30,000 പേജുകൾ എഴുതി തീരുമ്പോൾ ഞങ്ങളുടെ ആയുസ് തീർന്നു പോവില്ലേ? അതുകൊണ്ടൊന്ന് ചുരുക്കി തരാമോ? എന്നാൽ നമുക്ക് 3000 പേജിൽ എഴുതാം ലോകചരിത്രം. താരീഖ് ത്വബരി 3000 പേജുകളിൽ മഹാൻ രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോ വിദ്യാർത്ഥികളോട് ചോദിച്ചു, നമുക്ക് തഫ്സീർ എഴുതാം, അള്ളാഹുവിന്റെ വിശുദ്ധ കലാമിന്റെ വ്യാഖ്യാനം എഴുതാം. അവർ ചോദിച്ചു, എത്ര പേജ് കാണും? 30,000 സഫ്ഹ, 30,000 പേജുകൾ. ഇപ്പൊ പറഞ്ഞു, സാധേ ഇത് കൂടുതലാണ്, കഴിയില്ല, മരിച്ചു പോകും. 30,000 പേജ് എഴുതി തീരുമ്പോ DTP പ്രിന്റില്ല, അന്ന് കീബോർഡുകളില്ല, നമ്മുടെ ഇന്നത്തെ സോഫ്റ്റ്വെയറുകളില്ല, ഒന്നുമില്ലല്ലോ. പേന കൊണ്ട്, കൈ കൊണ്ട് മാനുവലായിട്ട് ഒരക്ഷരം മഷീമുക്കി അടുത്ത അക്ഷരം. 30,000 പേജുകൾ കൂടുതലാണ് ഗുരുനാഥരെ, കൂടുതലാണ്. 3000 പേജുകളാകാമോ? 3,000. 3000 പേജുകളാകാമല്ലോ. അത് കുഴപ്പമില്ല. 3000 പേജ് ചരിത്രം എഴുതി, എന്നിട്ട് 3000 പേജ് തഫ്സീർ എഴുതിയിട്ട് മഹാനായ ഇബ്നു ജരീർ ത്വബരി വിദ്യാർത്ഥികളോട് പറയാണ്, മാത്തത്തിൽ ഹിമം, എന്തേ നമ്മുടെ മനക്കരുത്തൊക്കെ പോയല്ലോ, നിങ്ങൾക്ക് എന്താ ധൈര്യമില്ലാത്തത്? 30,000 എന്ന് പറഞ്ഞ ഉസ്താദേ, പറഞ്ഞോളൂ, അങ്ങ് ഇംലാ ചെയ്തോളൂ, ഞങ്ങൾ എഴുതിയെടുക്കാം എന്നല്ലേ നിങ്ങൾ പറയേണ്ടതെന്ന് അന്നത്തെ 1000 കൊല്ലം മുമ്പ് പഴക്കമുള്ള വിദ്യാർത്ഥികളോട് ചോദിച്ച മുഹമ്മദ് ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു 800 വോള്യങ്ങളിൽ കിതാബുൽ ഫുനൂൻ എഴുതിയ മഹാനായ അല്ലാമ ഇബ്നു അഖീൽ 800 വോള്യം, 80 മുജല്ലദ്. ഒരു മുജല്ലദ് എന്ന് പറയുന്നത് 600 സഫ്ഹ, 600 പേജുകൾ ഉണ്ടാകുമ്പോഴാണ് ഒരു വോള്യം എന്ന് പറയാ. അങ്ങനെ 800 വോള്യങ്ങളിൽ അൽ ഫുനൂൻ എന്ന ഗ്രന്ഥം എഴുതിയ മഹാനായ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കിതാബാണത്. സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോ എത്ര കിതാബ് വായിച്ചു, എത്ര കിതാബ് ഒന്ന് ഓതി നോക്കി. അന്ദുലുസിയായ സ്പാനിഷ് പണ്ഡിതൻ, ഒരു അൽ ആലിമുൽ അന്ദുലുസി അങ്ങനെ അറിയപ്പെടുക, അദ്ദേഹം സ്വഹീഹുൽ ബുഖാരി 700 തവണ സ്വഹീഹുൽ ബുഖാരി പഠിച്ച മഹാനാണ്. 700 തവണ അവ്വൽ മുതൽ ആഖിർ വരെ സ്വഹീഹുൽ ബുഖാരി ഓതി പഠിച്ച ഒരു അന്ദുലുസിയൻ പണ്ഡിതനുണ്ട്. മഹാനായ പ്രഗത്ഭരായ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും അദബിന്റെയും നഹ്വിന്റെയും ഒക്കെ പ്രഗത്ഭരായ ആളുകൾ കിതാബുൽ അഗാനി ലിൽ അസ്ഫഹാനി, ഇമാം അസ്ഫഹാനിയുടെ കിതാബുൽ അഗാനി 60 കൊല്ലം എഴുതിയെടുത്ത ഗ്രന്ഥമാണ്. 60 കൊല്ലം 60,000 മസ്അലകൾക്ക് ശറഇന്റെ, വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അദില്ലത്തുകളെ കൊണ്ട് തെളിവ് നിരത്തിയിട്ട് മസ്അല പറഞ്ഞു കൊടുത്ത 60,000 മസ്അലകൾ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ടത്രേ. 60,000 മസ്അലകളിൽ അന്നുവരെ കണ്ടെത്തപ്പെടാത്ത വിഷയങ്ങളിൽ കണ്ടെത്തിയ ഇമാമുന അഹ്മദ് തങ്ങളുടെ കോൺട്രിബ്യൂഷൻ. സുബ്ഹാനല്ലാഹ്. ഇമാമുന ഷാഫി എന്നവര്, അഹ്മദ് ഇബ്നു ഹംബൽ എന്ന തന്റെ ശിഷ്യൻ, ഷാഫി ഇമാം പറയും ഇമാം അഹ്മദ് എന്നവർ എന്റെ ഉസ്താദാണ്. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ പറയും ഇമാം ഷാഫി എന്റെ ഉസ്താദാണ്. ഇമാം ഷാഫി തങ്ങൾ അഹ്മദ് എന്നവരെ സന്ദർശിക്കാൻ പോകും. അപ്പൊ ചിലരൊക്കെ പറയും, പ്രായം കൊണ്ട് ചെറുതല്ലേ ഇമാം അഹ്മദ് എന്നവര്, നിങ്ങളല്ലേ പ്രായം കൊണ്ട് മുതിർന്ന ആള്, അതുകൊണ്ട്
ഇമാം അഹ്മദ് എന്നവർ നിങ്ങളെ വന്ന് കാണില്ലേ ചെയ്യേണ്ടത്, നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് മഹാനായ ഷാഫി തങ്ങളോട് പറയുമ്പോ വിനയത്തിന്റെ ഏറ്റവും വലിയ പര്യായമായ മഹാൻ അവിടുന്ന് പറയും, ഞാൻ അങ്ങോട്ട് പോയാലും അവരിങ്ങോട്ട് വന്നാലും മഹത്വം അഹ്മദ് ബിൻ ഹംബൽ തന്നെയാണ്. അഹ്മദ് ബിൻ ഹംബൽ എന്നവരുടെ വീട്ടിൽ ഇമാമുന ഷാഫി തങ്ങൾ എന്ന് പാർത്തു വന്ന് അന്തി ഉറങ്ങി. ആ സമയം ഇമാം അഹ്മദ് തങ്ങളുടെ മോള് ചോദിച്ചു, അല്ല ഉപ്പാ, നിങ്ങളെപ്പോഴും ദുആ ചെയ്യുന്ന ഇമാം ഷാഫിക്ക് നീ പുറത്തു കൊടുക്കണേ, എന്റെ ഉസ്താദിന് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന നിങ്ങളുടെ ഉസ്താദാണോ ഈ വന്നത്? അതേ മോളെ, എന്റെ ഉസ്താദാണ് ഈ വന്നത്, എന്റെ ഉസ്താദാണ് ഈ വന്നത്. ഓ, സന്തോഷായി. ഇമാം ഷാഫി തങ്ങളുടെ ഓരോ അനക്കവും വീക്ഷിക്കുന്ന മോള് നേരം വെളുത്തപ്പോ പറഞ്ഞു, അല്ല ഉപ്പ, അങ്ങയുടെ പ്രഗത്ഭനായ ഗുരുനാഥൻ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ ഗുരുനാഥൻ ഇന്നലെ ഒരുപാട് ഭക്ഷണം കഴിച്ചല്ലേ, കൊടുത്ത ഭക്ഷണം മുഴുവൻ കഴിച്ചല്ലോ, ഇച്ചിരി ബാക്കിയാക്കണ്ടേ? അല്ലെങ്കിൽ 1/3 തിന്നാൻ പാടുള്ളൂ, ഉസ്താദുമാരൊക്കെ പ്രത്യേകിച്ചും അല്ലേ, 1/3 എപ്പോഴെങ്കിലൊക്കെ വയറ് നിറക്കാം, അങ്ങനെയല്ല. ഇമാം അബൂ ഹുറൈറ, മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നബിയേ ലാ അറാ ലഹു മസ്ലക, വയറ് നിറഞ്ഞു നബിയേ, ഇനി എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ രംഗുണ്ട്. എപ്പോഴെങ്കിലൊക്കെ വയറ് നിറക്ക, ഡെയിലി വയറ് നിറക്ക ആർക്കും പറ്റൂല, ഉസ്താദുമാർക്ക് പ്രത്യേകിച്ചും പറ്റൂല. ഞട്ടിപ്പാത്രത്തിന്റെ കനക്കൊച്ചിരി കുറയല്ലേ. അപ്പോ എന്തേ നിങ്ങളുടെ ഉസ്താദ് കുറെ തിന്നല്ലോ ഇന്നലെ? ഒന്ന്, പിന്നെ നിങ്ങളുടെ ഉസ്താദ് ഖിയാമുൽ ലൈൽ പോയിട്ട് തഹജ്ജുദ് നിസ്കാരം, ഉറക്കത്തിന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന തഹജ്ജുദൊന്നും ഇമാം ഷാഫി എന്നവര് ഇന്നലെ നിസ്കരിച്ചിട്ടില്ലല്ലോ. അലിമാവും തഹജ്ജുദും ഖിയാമുൽ ലൈലൊക്കെ വേണ്ടേ? പിന്നെ സുബഹിക്ക് wudu എടുക്കുന്നത് കണ്ടില്ലല്ലോ. മോളെ, ഇത് ഗുരുതരമായ ആരോപണമാണ്. എന്റെ ഉസ്താദ് തെറ്റ് ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പാ, ഒന്ന് ചോദിച്ചു നോക്കാം. ഇമാം ഷാഫി തങ്ങളോട് ചോദിച്ചു, അല്ല ഉസ്താദേ, എന്റെ മോള് ഇങ്ങനെ പറഞ്ഞു, എന്താ ഉസ്താദിന്റെ അഭിപ്രായം? നേരിട്ട് ചോദിക്കുക. നേരിട്ട് ചോദിച്ചാൽ തീരുന്ന വിഷയങ്ങളെ ഉണ്ടാവുള്ളൂ, നാട്ടുകാർ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നേരിട്ട് ചോദിച്ചാൽ തീരും, എന്താ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഇമാം ഷാഫി തങ്ങളോട് നേരിട്ട് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, തുആമുൽ കരീമി ദവാഉൻ ഫഅക്തറതു മിൻഹു, മാന്യനായ ഒരു മനുഷ്യന്റെ ഭക്ഷണം മരുന്നാണ്, അത് ഞാൻ നന്നായി കഴിച്ചു. വതുആമുൽ ലഈമി ദാഉൻ, നീചനായ മനുഷ്യന്റെ ഭക്ഷണം അസുഖമാണ്, ഞാൻ കഴിക്കൂല. നല്ല മനുഷ്യന്മാരുടെ ഭക്ഷണം മരുന്നാണ്, ആരോഗ്യമാണ്, നന്നായി കഴിച്ചു. പിന്നെ ഇന്നലത്തെ രാത്രിയിലെ കിടത്തത്തിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് 72ഓളം പുതിയ മസ്അലകൾ എനിക്ക് ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. 72ഓളം പുതിയ മസ്അലകൾ. പിന്നെ ഇശാഇന്റെ വുളു കൊണ്ടാണ് ഞാൻ സുബ്ഹി നിസ്കരിക്കുന്നത്. എന്റെ വുളു മുറിഞ്ഞിട്ടില്ല. ഉറങ്ങിയാലല്ലേ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ. ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ. 72 മസ്അലകൾ ഞാൻ മനനം ചെയ്യുകയായിരുന്നു ഇന്നലത്തെ രാവിലെന്ന്. ഇൽമിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാനവറുകൾ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു ഫുഖഹാഇൽ ശാഫിഈ മദ്ഹബിന്റെ അയിമ്മത്തുകളിൽ പ്രഗൽഭമായ മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ ഏറ്റവും ആധികാരികമായി പറയാൻ അധികാരമുണ്ടെന്ന് മുതഅഖിരീങ്ങളായ മുതഖദ്ദിമീങ്ങളായ ഉലമാഅകൾ മുഴുവനും സമ്മതിച്ചു കൊടുത്ത ഇമാമുന നബവി റളിയല്ലാഹു അൻഹു ഇൽമിന്റെ സേവനത്തിനിടയിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, കല്യാണം കഴിക്കാൻ മറന്നുപോയി. 40 വയസ്സായപ്പോൾ മരണപ്പെട്ട മഹാൻ. 40-ൽ വഫാത്തായി. എത്ര ഗ്രന്ഥമാണ് ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചത്. നമ്മൾ ചെറുപ്പക്കാർ നമ്മുടെ സമയത്തിൽ ഇൽമിന് വേണ്ടി, ദീനിന് വേണ്ടി, അള്ളാഹുവിനെ പറ്റി അറിയാൻ എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്. നമ്മുടെ ഇഖ്റഇന്റെ ആളുകളാണ് നമ്മൾ. പഠിക്കാനും വായിക്കാനും വേണ്ടി വന്ന ആളുകളാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര തവണയാണ് നമ്മൾ വായിച്ചത്, എത്രയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഇൽമിന് വേണ്ടി എത്രയാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. ഇത് അനിവാര്യമാണ്. ലൗകാന ലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫുൻ ലകാന അശ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസു. വിജ്ഞാനം എന്നത് ലൈസൽ ഇൽമു ബികസറത്തി ദിറായ ലൈസൽ ഇൽമു ബികസറത്തി റിവായ വലാകിന്നഹു മാ വഖറ ഫിൽ ഖൽബ്. ഇൽം എന്ന് പറയുന്നത് ഒരുപാട് മനപ്പാഠമാക്കലല്ലെന്നും ഇൽം എന്ന് പറയുന്നത് അല്ലാഹു ഖൽബിൽ നൽകുന്ന ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ, ഞങ്ങളുടെ മക്കൾക്ക് നൽകണേ തമ്പുരാനെ, അവരിൽ ആലിമീങ്ങളെയും ഹാഫിലീങ്ങളെയും ഉലമാഇനെയും നൽകണേ തമ്പുരാനെ. ഇമാം മാലിക് എന്നവര് മുഅത്ത എന്ന കിതാബ് ദർസ് നടത്തുന്ന നേരത്ത് ഒരു മുതഅല്ലിം ഇമാം അവറുകൾക്ക് മുഅത്ത ഓതിക്കൊടുക്കുമ്പോ ശിഷ്യൻ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇമാമുന മാലിക് എന്നവരുടെ വീടിന്റെ വാതിലിന്റെ ഉള്ളിൽ നിന്ന് ആരോ വാതിലിൽ മുട്ടുന്നത് കാണാം. വാതിൽ മുട്ടുമ്പോ ഇമാം മാലിക് എന്നവരെ പറയും, നീ ഓതിയത് ഒന്നുകൂടെ ഓത്, ആ ഇബാറത്ത് ഒന്നുകൂടെ വായിക്കുക എന്ന് ഇമാം അവറുകൾ പറയും. കാരണം
തന്റെ മകളാണ് ഇമാമുന മാലിക് എന്നവരുടെ മോളാണ് ആ വാതിൽക്കൽ മുട്ടുന്നത്. മോളിനറിയാം, ആ മോൾക്കറിയാം ഇമാം തങ്ങളുടെ മുവത്ത മുഴുവൻ മനപ്പാടമുള്ള മോളാണത്, ഹദീസ് മനപ്പാടമുള്ള മോളാണത്. വായനയിൽ തെറ്റിയാൽ വാതിൽക്ക് മുട്ടും. അത് മുട്ടുമ്പോൾ ഇമാം അവർ ഉറപ്പിച്ചു വായിച്ച് തെറ്റിയിട്ടുണ്ടെന്ന്, ആയതിനെ മാറ്റി ഓതെന്ന് പറയും. അപ്പൊ അവൻ തിരുത്തും. സുബ്ഹാനല്ലാഹ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, പ്രഗൽഭരായ സലഫ് സ്വാലിഹീങ്ങളിൽ മഹാനായ ആലിമായ സഈദ് ഇബ്നുൽ മുസയ്യിബ് എന്നവര്, അവരുടെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ ശിഷ്യൻ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് രാവിലെ ഷർട്ടൊക്കെ ധരിച്ചിട്ട് ഉസ്താദിന്റെ ദർസിലേക്ക്, തന്റെ അമ്മോശന്റെ ദർസിലേക്ക് പോകുമ്പോ മകള് ചോദിച്ചു, ഭാര്യ ചോദിച്ചു, ഇലാ ഐൻ, എങ്ങോട്ടാ പോകുന്നത്? ഇലാ ദർസി സഈദിൻ, നിന്റെ ഉപ്പയുടെ ദർസ് കേൾക്കാൻ വേണ്ടി പോവുകയാണ്, കിതാബ് ഓതാൻ പോവുകയാണ്. ഇജ്ലിസ് ഫഇന്നി ഉഅല്ലിമുക ഇൽമ സഈദ്, എന്റെ ഉപ്പയുടെ ഇൽമ ഞാൻ പറഞ്ഞു തരാം, എന്റെ ഉപ്പ ഓതി കൊടുക്കുന്ന കിതാബ് ഞാൻ ഓതിത്തരാം എന്ന് പറഞ്ഞ മഹദിയായിരുന്നു സഈദ് മുസയ്യിബ് എന്നവരുടെ മോള്. നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ 40 കൊല്ലമാണ് ഹബീബ് വഫാത്തായതിന് ശേഷം മുസ്ലിം ഉമ്മത്തിന് ഇൽമ പറഞ്ഞു കൊടുത്തത്. സ്വഹാബികളിൽ താബിഈങ്ങളിൽ അതാഇർ തങ്ങളെ പോലെയുള്ള ആളുകൾ മഹദിയായ ആയിഷ ബീവിയുടെ ശിഷ്യത്വം കിട്ടിയവരാണ്. ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 40 കൊല്ലമാണ് ഹദീസിന്റെ ദർസ് നടത്തിയത്. മഹദിയായ ബീവി റളിയല്ലാഹു അൻഹ ആണും പെണ്ണും ഇൽമു പഠിക്കണം, ഇൽമറിയണം. അപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് ഇൽമുണ്ടാകുന്നത്, അപ്പോഴാണ് അവരിൽ നന്മയുണ്ടാകുന്നത്. ആ മക്കളിലൂടെയാണ് ദുർരിയത്തൻ ത്വയ്യിബ എന്ന ആശയം അല്ലാഹു നമുക്ക് നൽകുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഇൽമും തഖ്വയും നൽകണേ റബ്ബേ, ഞങ്ങളുടെ മക്കൾക്കും അത് നൽകണേ റബ്ബേ. അവര് നല്ലവരാകണേ തമ്പുരാനെ, നന്മയെ സ്നേഹിക്കുന്നവരാകണേ റബ്ബേ, നന്മയോടൊപ്പം നിൽക്കുന്നവരാകണേ തമ്പുരാനെ. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു ചാല ഇനിയും ഒരുപാട് വേണം എന്ന് ചോദിക്കാൻ പറഞ്ഞ ഒരൊറ്റ വിഷയമേ ഉള്ളൂ. ഒരുപാട് വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞത്, വഖുർ, നബിയെ നിങ്ങൾ ചോദിക്കണം, റബ്ബി സിദ്നി ഇൽമാ, നിന്നെ കുറിച്ചുള്ള ഇൽമ എനിക്ക് ഒരുപാട് വർദ്ധിപ്പിച്ചു തരേണമേ. ഈ സന്ധ്യാനേരത്ത് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഖുദ്നാ ഇലാ മൻ യഖുദ്നാ ഇലൈക്, അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ വഴി നടത്തുന്നവരിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ. നിന്നിലേക്ക്, നിന്നറിയാൻ സഹായിക്കുന്ന, നിന്റെ അസ്മാ സിഫാത്തുകളെ, നിന്റെ തജല്ലികളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇൽമ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് നൽകണേ റബ്ബേ. അങ്ങനെ മാലാഖമാരെക്കാളും ഇൽമു കൊണ്ട് നീ ഉയർത്തുന്ന ഭാഗ്യം കിട്ടുന്ന ആളുകളിൽ സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തേണമേ തമ്പുരാനെ. ഈ സ്ഥാപനം മഹാനായ ശംസുൽ ഉലമയുടെ പേരിലാണ്. വിജ്ഞാനത്തിന്റെ മഹാഗോപുരമായിരുന്ന, ലദുന്നിയായ ഇൽമുണ്ടായിരുന്ന, ഗൈബിയായ വിഷയങ്ങൾ ഇടപെടാൻ കഴിയുമായിരുന്ന, മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകൾക്ക് പോലും ദർസ് നടത്തിയെന്ന് സ്വന്തം ശിഷ്യന്മാരും മഹാനവറുകളെ അടുത്ത് പരിചയമുള്ള ആളുകളും എത്രയോ അനുഭവങ്ങൾ പറഞ്ഞ മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറ, ആ മഹാനുഭാവന്റെ നാമധേയത്തിലാണ് ഈ സ്ഥാപനം ഇവിടെ നടക്കുന്നത്. മുതഅല്ലിമീങ്ങൾ, ഇവിടെ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ, മുദരിസുമാർ വലിയൊരു ഉത്തരവാദിത്തമാണ് തോളിലേറ്റിയിരിക്കുന്നത്. ആ മഹാനുഭാവൻ ഏതൊരു ചര്യയാണോ പന്ഥാവാണോ ഇവിടെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു പോയത്, ആ ആശയത്തെ ഉയർത്തിക്കൊണ്ടുവരാനും അതിന് അടിയുറച്ചു നിൽക്കുവാനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ സ്ഥാപനത്തിനുണ്ട്. അള്ളാഹുവേ, അത് പൂർത്തിയാക്കാൻ നാട്ടുകാരായ ഞങ്ങൾ എല്ലാവർക്കും അതിനോട് സഹകരിക്കാനുമുള്ള തൗഫീഖ്